സൺഡേ മിനി വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ്, ഇപ്പോൾ രാവിലെ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് കുളിയൊക്കെ കഴിഞ്ഞത്. എനിവേയ്സ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പൗഡർ ഇടാം. മോയ്സ്ചറൈസർ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കേട്ടോ. അപ്പോൾ അതിൻ്റെ മീതെ കുറച്ച് പൗഡറും കൂടി അപ്ലൈ ചെയ്യാം. ഞാൻ നോർമലി ചെയ്യുന്ന പോലെ തന്നെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുന്നു, അതേപോലെ തന്നെ ഇപ്പോഴും ചെയ്തത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ സൺഡേ എനിക്ക് വർക്കുണ്ട്. അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, ജോലിയുണ്ട്. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം നേരെ ഹോസ്പിറ്റലിൽ പോകാൻ. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് പോയി തൊഴുതിട്ട് അമ്പലത്തേക്ക് പോകാം എന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അത് ആ പൗഡർ ഇട്ട് കഴിഞ്ഞു, ഐലൈനർ എഴുതുക, പിന്നെ ഐബ്രോസ് ഫില്ല് ചെയ്യുക, പിന്നെ എന്താണ് ലിപ്സ്റ്റിക്ക് ഇടുക. ഇതൊക്കെയാണ് എൻ്റെ എന്താ പറയുക ഡെയിലി മേക്കപ്പ് റുട്ടീൻ എന്ന് പറയുന്നത്. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, ഞാൻ ഇതാക്കാറില്ല കേട്ടോ. അപ്പോൾ അതാ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാട്ടോ ലിപ്സ്റ്റിക്കും ഇട്ടു. ഇത് നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്, ലൈക്ക് ഒരു റെഡ് ഓറഞ്ച് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇൻ റിയൽ കാണാൻ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ചെയ്ത പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഹെയർ ഒന്ന് സെറ്റാക്കാം, ഒന്ന് ഡ്രൈ ആക്കാം. ഡ്രൈ മീൻസ് ടവൽ ഡ്രൈ ആട്ടോ ഉദ്ദേശിച്ച്. പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഈ ഡ്രസ്സ് നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ആ ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. പിന്നെ സിന്ദൂരം, എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് എന്നെ സിന്ദൂരമൊക്കെ തൊട്ട് കാണുന്നത്. പക്ഷേ ഞാൻ റയറായിട്ട് സിന്ദൂരമൊക്കെ ഇടാറുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ സിന്ദൂരം ഇട്ടു. ഓക്കെ, ഇനിയിപ്പോൾ റൂമൊക്കെ ഒന്ന് എന്താ പറയുക ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വയ്ക്കുകയാണ് കേട്ടോ. എനിക്ക് ഫ്രീസായിട്ട് എടുത്ത് തന്ന വീഡിയോ ആണേ. അപ്പോൾ ഒന്ന് നമ്മൾ അതൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ട് വേണം നമ്മൾ അമ്പലത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഫ്രീസാറിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഒക്കെ കഴിഞ്ഞു. നമ്മൾ ചായ ഒന്നും ഇപ്പോൾ കുടിക്കുന്നില്ല, നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ചായ ഒന്നും കുടിക്കാറില്ലല്ലോ. അപ്പോൾ നമുക്കിനി നേരെ അമ്പലത്തേക്ക് പോകാം. അപ്പോൾ ഇതാട്ടോ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. ഒപ്പം ഒരു ഹാൻഡ് ബാഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് പോകാൻ സമയമില്ലല്ലോ. അപ്പോൾ ഇതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പ്രീതിയേട്ടൻ വണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഇവിടെ. സോ ഇതാ ഗൈസ് നമ്മുടെ കുട്ടു റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളെ വീഡിയോയിൽ ഇപ്പോഴായിരിക്കും കുട്ടുവിനെ കാണുന്നത് അല്ലേ. അപ്പോൾ ഇനി ഞങ്ങൾ പോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വണ്ടിയിൽ കയറി ഇനി ഞങ്ങൾ പോവാണ് കേട്ടോ. നല്ല തണുപ്പാണ് ഗൈസ്. നേരത്തെ എഴുന്നേൽക്കുമ്പോഴേ നല്ല സുഖമാണ്. ഞാനങ്ങനെ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു കുട്ടിയേ അല്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വല്ലപ്പോഴും നേരത്തെ എഴുന്നേൽക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു സുഖമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇതാ പിന്നെ ഈ അമ്പലത്തേക്ക് പാമ്പ്, യെസ്, ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ. നമ്മൾ പാമ്പ് മനയ്ക്കലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ്. ഇതൊരു കുഞ്ഞു കുളമാണ് ഗൈസ്. അവിടെ ഈ മറ്റേ താമരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ താമരയൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഈ റോഡ് നല്ല രസമാണല്ലേ. നിങ്ങൾ ഇതിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നല്ല രസമാണ് ഇതിൽ കൂടെ പോകാൻ. കാരണം റോഡൊക്കെ നല്ല സൂപ്പർ സെറ്റ് റോഡാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ മനയിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു കേട്ടോ. കാരണം സൺഡേ ആയതുകൊണ്ടും പിന്നെ വൃശ്ചിക മാസം ലാസ്റ്റ് ഡേ ആയിരുന്നല്ലോ ഈ വീക്കത്തെ സൺഡേ, അതുകൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. നല്ല തിരക്കായിരുന്നു. ഓക്കെ, എന്നെ സൺ കിസ് ചെയ്തു ഗൈസ്, കണ്ട സൺ കിസ് ടു മീ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം അല്ലേ. കണ്ടോ നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ തൊഴാനുള്ള ക്യൂ ഒക്കെ കാണുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നമുക്ക് പോയിട്ട് തൊഴുതിട്ട് വരാം കേട്ടോ, ഉള്ളിൽ പോയിട്ട്. അപ്പോൾ നമ്മളിതാ ആദ്യം തന്നെ ഉള്ളിലേക്ക് പോയിട്ട് കുളത്തിൽ കാല് കഴുകണമല്ലോ. അപ്പോൾ കുളത്തിൽ കാലൊക്കെ കഴുകിയിട്ട് ഇനി നമ്മൾ നേരെ ഈ വഴി പോയിട്ട് തൊഴുതിട്ട് വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതാ തൊഴുകലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പ്രസാദം കിട്ടിയായിരുന്നു, പഴവും പിന്നെ ഭസ്മം കുറിയൊക്കെ. നല്ല തിരക്കുണ്ടെങ്കിലും പെട്ടെന്ന് തൊഴുകാനൊക്കെ പറ്റി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വന്നത് അമൃതം നമ്പൂതിരിസിലേക്കാണ്. നല്ല ചൂടുള്ള മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മസാല ദോശയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല കിടിലൻ 2 നെയ് റോസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചേച്ചീനെ കണ്ടു കേട്ടോ. അപ്പോൾ ചേച്ചി എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു, നല്ലതാണെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഈ ഒരു സറൗണ്ടിങ്സിലൊക്കെ ഇങ്ങനെ എൻ്റെ വീഡിയോസ് കാണാറുണ്ട്, നല്ല ഫീഡ്ബാക്കൊക്കെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഗൈസ്. നിങ്ങളെല്ലാവരുടെ അടുത്ത് എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെയ് റോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടു ഒരു സ്പെഷ്യൽ രീതിക്കൊക്കെ നമ്മുടെ ഫോൾഡ് ചെയ്തു. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ തോന്നുന്നു അല്ലേ. അപ്പോൾ പിന്നെ ചമ്മന്തി, ചട്നി, സാമ്പാർ,
ഇതായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ 2 ചായയും കൂടെ പറഞ്ഞു. നല്ല സൂപ്പർ നെയ് റോസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നോർമലി നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ചെന്നിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക വൈബുമാണ് എനിക്കങ്ങനെ പേഴ്സണലി തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും നല്ല കിടിലൻ നെയ് റോസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നെയ് റോസ്റ്റൊക്കെ കഴിച്ചു. ഇനി ഞാൻ എങ്ങോട്ടോ പോകുന്നതെന്ന് അറിയുമോ? ഇനി നമ്മൾ നേരെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകും, കുട്ടി നേരെ തിരിച്ച് വീട്ടിലേക്ക് വരും. ഹലോ ഗൈസ്, വെൽക്കം. അപ്പോൾ നമ്മൾ കുറേ നാളായില്ല എല്ലാവരെയും കിട്ടിയിട്ട് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഞങ്ങൾക്ക് കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ വിചാരിച്ച് ഇന്ന് വീഡിയോ എടുക്കാമെന്നല്ലേ. അപ്പോൾ നിങ്ങൾ ഹിബേനെ അറിയുന്നുണ്ടാവും. ഇത് രഹനതാത്തനെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കാണുന്നത്. താത്ത ഇവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണ് കേട്ടോ. ഇവിടെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലേക്ക് അക്കൗണ്ട്സിൻ്റെ ഇതിലേക്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് അറിയാം, നമ്മുടെ അഞ്ജുവിൻ്റെയും പിന്നെ മാമൻ്റെയും മാരേജ് ആണ് നെക്സ്റ്റ് മന്ത്. അതായത് അപ്പോൾ നെക്സ്റ്റ് മന്ത്, അതായത് ജനുവരിയിലാണ് മാരേജ്. അപ്പോൾ നമുക്ക് അൺഫോർച്യുനേറ്റ്ലി ആർക്കും പോകാൻ പറ്റില്ല. അപ്പോൾ കാരണം ഇവിടെ നല്ല തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് ലീവൊന്നുമില്ല കേസ്. അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് അവർക്ക് 2 പേർക്കും വേണ്ടിയിട്ട് ഒരു ബ്രൈഡ് ടു ബി ഒരു ഗ്രൂം ടു ബിയും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് ഈ ഈവനിങ്. അപ്പോൾ അതിലുള്ള കേക്കൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ നിങ്ങളുമായിട്ടും കൂടെ ഞാൻ ഷെയർ ചെയ്യാം ഗൈസ്. അപ്പോൾ ഇന്ന് എല്ലാവരും നല്ല ഫ്രീ ആയതുകൊണ്ട് ഞാൻ എല്ലാവരും കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചിക്ക് കുറേ വർഷമായിട്ട് മെഡിസിനിൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അല്ലേ ചേച്ചി? എന്തെങ്കിലും പറയാനുണ്ടോ? ഹേയ് ഗൈസ്, അപ്പോൾ അതാ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് ഞങ്ങളുടെ വക ഒരു ചെറിയ ഗിഫ്റ്റ്, ഒരു ഫോട്ടോ ഫ്രെയിമാണ് ഇത്. അഞ്ജുവിൻ്റെയും നമ്മുടെ സിബി ബ്രോൻ്റെയും ഒരു ഫോട്ടോ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ മാമൻ്റെയും അമൃവൻ്റെയും ഒരു ഫോട്ടോയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാമൻ്റെയും അമൃവൻ്റെയും ഫോട്ടോ തമ്മിൽ അറ്റാച്ച് ചെയ്തതാണ്. അതാണ് ആ ഒരു ഡിഫറൻസ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ കേക്കൊക്കെ ഒന്ന് തുറന്ന് വെക്കാൻ വന്നേരം നമ്മൾ അവരെ വിളിച്ചിട്ട് കേക്ക് കട്ടിങ് സെറിമണി നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യാം. ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ, അപ്പോൾ നമുക്കിതാ ബ്രൈഡ് ടു ബിയും ഗ്രൂം ടു ബി ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 പേരും ഓക്കെ ആയിട്ടോ. ഇനി എന്തായാലും കേക്ക് കട്ടി തുടങ്ങാം. അതെ, അത് വീഡിയോ ആണ് മോനിക്ക. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് നമ്മുടെ കോമഡി പീസ്. ഇത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടോ. ഹാപ്പി ബ്രൈഡ് ടു ബി, ഹാപ്പി ഗ്രൂം ടു ബി. ഓക്കെ, പിന്നെ അടുത്തത് ഇവർക്ക് 2 പേർക്കും ഈ ഒരു എന്താ പറയുക ഫ്രെയിം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മാഡമാണ് കൊടുക്കുന്നത്. മാനേജർ.
ഓക്കെ, അപ്പോൾ അതാ കേക്ക് കട്ടിങ്ങും കൊടുക്കലും ഫോട്ടോസ് എടുക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങളെല്ലാവരും കൂടി കഴിക്കാൻ പോവാണ്. അപ്പോൾ വൈകുന്നേരം 6 മണി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്താ പറയുക, വേഗം കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോവാൻ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ബിഫോർ ദാറ്റ് ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും കേക്ക് കൊടുത്തില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇവർക്ക് രണ്ടുപേർക്കും കേക്കൊക്കെ കൊടുക്കാം. സോ ഗായ്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.